ഡോക്ടർ ജോസ് സെബാസ്റ്റ്യനിലേക്ക് കൂടി പോകുകയാണ്. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, നമ്മൾ ഈ ചൈനയുടെ കാര്യം തന്നെ നമുക്കൊന്ന് പരാമർശിച്ച് പോകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൃത്യമായ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക, നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക. ഒരു ചൈനീസ് വിപണിയിലേക്ക് വലിയൊരു ഒഴുക്ക് ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലായാലും ഈ കളിപ്പാട്ടത്തിൻ്റെ കാര്യത്തിൽ, കളിപ്പാട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ തമാശയായി തോന്നാം, പക്ഷേ നമ്മുടെ വിപണിയിൽ നിന്ന് ചൈന എത്രയോ ദശലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഇവിടെ നിന്ന് ഈ ഒരു ഇനത്തിൽ കൊണ്ടുപോകുന്നത്. അതിനെ തടയിടാൻ വളരെ കൃത്യമായ ആസൂത്രണം ഇവിടെ വരികയാണ്. കളിപ്പാട്ടങ്ങളുടെ ഗ്ലോബൽ ഹബ്ബാക്കി ഡെവലപ്പ് ചെയ്യുകയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സാമ്പത്തിക വിപണിക്ക് വലിയ ഊർജം പകരുന്ന ഒന്നാണ്, അല്ലേ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി മോഡിയുടെ നേതൃത്വത്തിലുള്ള ഈ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ അതൊരു വലിയ ആശയമാണ്. അതായത് നമ്മുടെ യുവതലമുറ ഈ ഇന്ത്യയിൽ തന്നെ അവർക്ക് തൊഴിലും വരുമാനവും കണ്ടെത്തത്തക്ക വിധത്തിൽ നമ്മുടെ സംരംഭകത്വ വികസനം, അതാണ് ആ തന്ത്രം. പക്ഷേ നിർഭാഗ്യവശാൽ ആ തന്ത്രം വളരെ പതുക്കെയാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഈ തൊഴിലില്ലായ്മ ഇത്രമാത്രം വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ AI പോലെയുള്ള പുതിയ സാങ്കേതികവിദ്യ ഒരുപക്ഷെ തൊഴിലില്ലായ്മ കൂട്ടും. അതിനെക്കുറിച്ച് അത്രയധികം ഭയപ്പെട്ടിട്ട് കാര്യമില്ല. AI വരുന്നതോടുകൂടി മറ്റു തൊഴിലവസരങ്ങൾ ഒരുപാട് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പ്രധാന തടസ്സം എന്താണ്? നമ്മുടെ ഈ റെഗുലേറ്ററി മെക്കാനിസംസാണ്. നമുക്കറിയാം, ഇപ്പോഴും നമ്മുടെ വ്യാവസായിക മേഖലയിലുള്ള സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഈ ലൈസൻസ് പെർമിറ്റ് രാജ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രരാക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും പല തരത്തിലുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും നിലവിൽ വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ എക്കണോമിക് സർവേ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ലേബർ കോഡ് ഉദാഹരണമായിട്ട് ഇപ്പോൾ ചെറുകിട SME സെക്ടറിലുമൊക്കെ തൊഴിലാളികളെ എടുത്തു കഴിഞ്ഞാൽ അവരെ ഒരുപക്ഷെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിരിച്ചുവിടാൻ മാത്രം അവർക്ക് അനുവാദം കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ ശ്രീമതി സീതാരാമൻ്റെ പല വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ടത്, SME സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടത്, അവയൊക്കെ പ്രായോഗിക തലത്തിൽ പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഗുലേറ്ററി മെക്കാനിസത്തിൽ ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പല മേഖലകളിലും നമുക്ക് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾക്ക് കയറ്റുമതി ചെയ്യാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ചൈനയെ കണ്ട് ഭയക്കേണ്ട കാര്യമില്ല. കാരണം ചൈനയ്ക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അടുത്ത ഒരു 5 or 6 വർഷങ്ങൾക്കുള്ളിൽ തീർന്നു പോവുകയാണ്. അപ്പോൾ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, മാനവ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ നിർദ്ദേശങ്ങളൊക്കെ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതാണ്. അവയെ നമ്മുടെ ഈ സംരംഭകത്വ അന്തരീക്ഷം, സംരംഭകരുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എൻവയോൺമെൻറ്റ് കൂടെ മെച്ചപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ശ്രീമതി സീതാരാമൻ്റെ പലവിധ പ്രഖ്യാപനങ്ങളും അടുത്ത വർഷങ്ങളിൽ ഇന്ത്യയുടെ വികസന കുതിച്ചുചാട്ടത്തിന് പിന്തുണ നൽകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് തന്നെ നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. നമ്മുടെ സാഗർമാല പദ്ധതികൾ, റെയിൽവേ, പോർട്ട് മുതലായവയൊക്കെ വന്നു കഴിഞ്ഞു. GST എന്ന് പറയുന്ന ആ നികുതി സമ്പ്രദായം, ഇന്ത്യ ഒട്ടാകെ ഒരേ ഒരു നികുതി വ്യവസ്ഥ വന്നു കഴിഞ്ഞു. അതൊക്കെ തന്നെ നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിനെ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വേണ്ടത് ഈ ബജറ്റിലെ ചില്ലറ കുഴപ്പങ്ങളെ സംബന്ധിച്ചുള്ള, ചില്ലറ പരിമിതികളെ സംബന്ധിച്ചുള്ള ചർച്ചകളേക്കാൾ നമ്മളുടെ വിശാല ചിത്രം എന്ന് പറയുന്നത്
വികസനത്തിൻ്റേതാണ്, നമ്മൾക്ക് ശോഭനമായ ഒരു ഭാവിയെ കരുതിയിട്ടുള്ള ഒരു കാര്യങ്ങൾ പലതും ബഡ്ജറ്റിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നേരത്തെ ഈ ഉൽപ്പാദന മേഖലയിലെ ചില പ്രശ്നങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാക്കിയത് എന്നൊക്കെ വിലയിരുത്തപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.